മലപ്പുറം കാളികാവിലെ ആളെക്കൊല്ലി കടുവയ്ക്കായുള്ള ദൗത്യം തുടരുന്നു. ഇന്നലെ ദൗത്യ സംഘത്തിന് നേരെ തിരിഞ്ഞ കടുവയ്ക്ക് നേരെ വെടിവെച്ചു എങ്കിലും കടുവ ഓടി മറയുകയായിരുന്നു. പമ്പ് ആക്ഷൻ ഗൺ ഉപയോഗിച്ചാണ് ദൗത്യ സംഘം വെടി ഉതിർത്തത്. കടുവയെ കണ്ട മേഖലയിൽ ഇന്നും തിരച്ചിൽ തുടരും. അരുൺ അമൃതാഥ് വിവരങ്ങളുമായി ചേരുന്നു. അരുൺ, ഏറ്റവും പുതിയ വിവരങ്ങൾ എന്തൊക്കെയാണ്? മോത്തി 1.5 മാസമായി ഈ ദൗത്യം പുരോഗമിക്കുകയാണ്. അതിനിടെ 2 തവണ ദൗത്യസംഘം കടുവയ്ക്ക് നേരെ വന്നു. അതായത് ഇന്നലെ വൈകിട്ടാണ് കടുവയെ ദൗത്യസംഘം നേരിടുന്നത്. അപ്പോൾ കടുവ ദൗത്യസംഘത്തിന് നേരെ പാഞ്ഞെടുക്കുകയായിരുന്നു. പമ്പ് ആക്ഷൻ കണ്ണ് വെച്ച് വെടിയുതിർത്തെങ്കിലും കടുവ ഓടി മറയുകയായിരുന്നു എന്നുള്ളതാണ് ദൗത്യസംഘം നമുക്ക് നൽകുന്ന വിവരം. അപ്പോൾ ആ മേഖല കേന്ദ്രീകരിച്ചൊക്കെ ദൗത്യം പുരോഗമിക്കുകയാണ്. തെരച്ചിൽ ഇന്നും ആരംഭിക്കും എന്നുള്ളത് തന്നെയാണ് ദൗത്യസംഘം നമുക്ക് നൽകുന്ന വിവരം. എന്തായാലും 1.5 മാസം മുമ്പാണ്, മെയ് 15-ാം തീയതിയാണ് കാളികാവിലെ ടാപ്പിംഗ് തൊഴിലാളിയായ ഗഫൂറിനെ കടുവ ആക്രമിച്ച് കൊലപ്പെടുത്തുന്നത്. അന്നു മുതൽ തുടങ്ങിയ ദൗത്യമാണ്. ഇതുവരെ കടുവയെ കണ്ടെത്താനാകാത്തതിൽ അല്ലെങ്കിൽ പിടികൂടാനാകാത്തതിൽ നാട്ടുകാർക്ക് അമർഷമുണ്ട്. ആ പശ്ചാത്തലത്തിൽ കൂടിയാണ് ദൗത്യം പുരോഗമിക്കുന്നത്. എത്രയും വേഗം കടുവയെ പിടികൂടണം എന്നുള്ളത് തന്നെയാണ് നാട്ടുകാരുടെ ആവശ്യം. ആ മേഖലയിൽ അത്തരത്തിലുള്ള ഒരു ആശങ്ക നിലനിൽക്കെ കൂടിയാണ് ഈ ദൗത്യം എന്തായാലും പുരോഗമിക്കുന്നത്. മോത്തി. ശരി അരുൺ. കാളികാവിലെ ഏറ്റവും പുതിയ വിവരങ്ങളാണ് അരുൺ അമൃതാഥ പങ്കുവച്ചത്.